റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയം, ഇദാ അറദ്ത അൻ യലീന ഖൽബുക, നിന്റെ ഹൃദയം വളരെ സോഫ്റ്റ് ആവണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സിൽ ഭയങ്കര ദേഷ്യം, ആരോടൊരു കാരുണ്യമില്ല, ഒരാളെ പെടഞ്ഞ് മുമ്പിൽ മരിച്ചാലും കൂളായിട്ട് നടക്കും, ഏത് ചോര കണ്ടാലും കുഴപ്പമില്ല, മുറി പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടാലും കുഴപ്പമില്ല, ഏത് സീന് കണ്ടാലും ഓന്റെ മനസ്സ് ഒരു കുലുക്കമല്ല, എനിക്കൊന്നും പ്രശ്നമല്ല. അതിനർത്ഥം എന്താണെന്നറിയോ? ഖൽബിന്റെ ഉള്ളിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ്. ഇദാ അറദ്ത അൻ യലീന ഖൽബുക, നിന്റെ ഹൃദയത്തിന് ലീൻ, നൈർമല്യം, സോഫ്റ്റ്നെസ് തിരിച്ചു വരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫഅത്ഇമിൽ മിസ്കീൻ, പാവപ്പെട്ട ആൾക്ക് പോയി ഭക്ഷണം കൊടുക്കുക, പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അത്ഇമിൽ മിസ്കീൻ, നമുക്കത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് കയറി, ലേബേഴ്സും അല്ലാത്തവരൊക്കെ വന്നു, അവർ ചെറിയ വല്ല സാൻഡ്വിച്ചും അല്ലെങ്കിൽ ഒരു തൈരിന്റെ പാക്കും ഒരു റൊട്ടി എടുത്തിട്ട് പോകുന്നുണ്ടാവും. അയാൾക്കിപ്പോ നല്ല ആലു പൊറാട്ടയും നിന്നാൻ പുതിയല്ലായിട്ടല്ലല്ലോ, പക്ഷെ പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ടല്ലേ. അതൊന്ന് വിളിക്കുക, നിനക്ക് എന്ത് ഫുഡ് വേണമെങ്കിൽ വാങ്ങിച്ചോ, കൊടുക്കുക. അതിനാകെ 10-15 ദിർഹം വെക്കല്ലേ വരുള്ളൂ. അത് ഞാൻ എടുത്തോളാം. അയാൾ ആരാ നിങ്ങൾക്കറിയില്ല, നിങ്ങളാരാന്ന് അയാൾക്കും അറിയില്ല. അൽഹംദുലില്ലാ, ഒരു മിസ്കീന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, മനസ്സിൽ എന്തെന്നില്ലാത്തൊരാശ്വാസം ഉണ്ടാവും. നിങ്ങളത് പോയിട്ട് ഏതെങ്കിലും റെസ്റ്റോറന്റിലെ വല്ല മുന്തിയ ഒരു ഫുഡ് നിന്നേക്കാണ്ടൊക്കെ വലിയ ടേസ്റ്റ് ഈ പാവപ്പെട്ട ആൾക്ക് വാങ്ങിച്ചു കൊടുത്തതിനുണ്ടാവും. നിങ്ങളൊന്ന് അനുഭവിച്ചു നോക്കി. ചില ഉമ്മമാര് വരും നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഷോപ്പിലൊക്കെ, മോനെ ഡോക്ടർ എത്ര ദിവസത്തിന് ഇത്? ഉമ്മ അത് 15 ദിവസത്തിന്. 15 ദിവസം എത്ര വരും കുട്ടിയെ? 15 ദിവസത്തിന് 250 ഉറുപ്പിക വരും. അന്നേരം മോനെ 3 ദിവസത്തിന് ഗുളിക മതി. അപ്പൊ ഉമ്മയും വാങ്ങണം, എന്താ പൈസ തകയില്ലെന്ന് ചോദിച്ചിട്ട്, പൊന്നാരം ഉമ്മ 10 ദിവസത്തിന് വാങ്ങിക്കോളി, പൈസ ഞാൻ കൊടുത്തോളാം. നമുക്ക് ചെയ്യാവുന്ന പണിയില്ലേ, കയ്യിലെ പൈസ ചെയ്തൂടെ? എത്രയോ അവസ്ഥകൾ അങ്ങനെ കാണാൻ പറ്റും. പാവപ്പെട്ടവർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്ക്, മനസ്സിന്റെ ഉള്ളിൽ ലീൻ, നൈർമല്യം, സോഫ്റ്റ്നെസ് വരും. വംസഹ റഅസൽ യതീം, യതീമായ കുട്ടിയുടെ തലയിൽ തടവണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യതീമായ കുട്ടികളുടെ തലയിൽ ഇങ്ങ് തടവി കൊടുക്കുക, സോഫ്റ്റ് ആയിട്ട്. യതീംഖാനയെ സന്ദർശിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ അയൽപക്കത്തിലോ നമ്മുടെ അകന്ന ബന്ധുക്കളിലോ നമ്മുടെ സുഹൃത്തുക്കളിലോ നാട്ടിൽ ആരോ ആകട്ടെ, പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് വാപ്പമാര് മരിച്ചുപോയ കുട്ടികളെയാണ് നമ്മൾ യതീം എന്ന് പറയാ. കുട്ടികളുടെ തലയിലും തടവി കൊടുക്കുക. ഖൽബിന്റെ ഉള്ളിൽ ലീൻ, നൈർമല്യം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.